Good morning and welcome once again to Doctor's Talk. ഓണത്തിന് ശേഷം ഡോക്ടർസ് ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർസ് ടോക്കിലെ വിഷയം ഇൻഫെർട്ടിലിറ്റിയാണ്. ഒരുപക്ഷെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. വന്ധ്യത, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷവും കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്ന കപ്പിൾസിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഉള്ള കപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദമ്പതികൾക്ക് അതിനുള്ള പരിഹാരം എന്താണ്, ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്താണ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ഓഫർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിലും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കണക്കുകൾ പ്രകാരം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലിനിക്കുകളാണ് പല ജില്ലകളിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം ഡോക്ടർ ജോയ് ആണ്. അദ്ദേഹം പൊന്നാനി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയുടെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ ഇൻചാർജും കൂടിയാണ്. ഡോക്ടറോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ജോയ്. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇൻഫെർട്ടിലിറ്റിയാണ് നമ്മുടെ വിഷയം. അതെ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഇൻഫെർട്ടിലിറ്റി വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കും കൂടിയാണ്. അതെ, ഡോക്ടർ പറഞ്ഞോളൂ. ഇൻഫെർട്ടിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. ഒരു ദമ്പതികൾ വിവാഹ ജീവിതം തുടങ്ങി ഏകദേശം 1 വർഷം ഗർഭനിരോധന മാർഗങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായി ലൈംഗിക ജീവിതം ആരംഭിച്ചതിന് ശേഷം 1 കൊല്ലത്തിന് ശേഷവും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ അവരെയാണ് നമ്മൾ വന്ധ്യത പ്രശ്നമുള്ള ദമ്പതികളായിട്ട് കാണുന്നത്. ഇത് അങ്ങ് സ്ട്രിക്റ്റായിട്ട് 1 കൊല്ലമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഫീമെയിൽ ഏജ് വളരെ പ്രധാനമാണ്. ഫീമെയിൽ ഏജ് 30-ന് മുകളിലാണെങ്കിൽ അവരെ 6 മാസം അവർ ശ്രമിച്ചതിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ അവർ നിർബന്ധമായും ഒരു വന്ധ്യതാ ചികിത്സ നടത്തുന്ന ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ പദം, അതായത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്ന ആ പദത്തിന് ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡെഫിനിഷനാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. ഇതിന് പല കാരണങ്ങളില്ലേ? ഇതിന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഭാഗമായി തിരിച്ചാണ് സാധാരണ എൻ്റെ കാരണങ്ങൾ പറയാറ്. മെയിൽ റീസൺസും ഫീമെയിൽ റീസൺസും. അതൊന്ന് പറയാമോ? അത് ശരിക്കും അത് സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് ഉള്ള രീതിയിലാണ് അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ മൊത്തത്തിൽ ആദ്യം എന്ന് പറയുന്നതായിരിക്കും 2ആയിട്ട് പറയുന്നതിന് മുമ്പേ ഏറ്റവും നല്ലത്. ആയിക്കോട്ടെ. ദൈവം ഈ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് എന്താ പറയുക, 2 പുരുഷനിലും സ്ത്രീയിലും അവരുടെ 2 ഭാഗത്തു നിന്നും ഈ ഗർഭധാരണം നടക്കാനുള്ള ബീജവും അണ്ടവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മുതൽ അത് സഞ്ചരിച്ച് അണ്ടാശയത്തിൽ നിന്നും അണ്ടം പൊട്ടിയുണ്ടാവുകയും പുരുഷനിൽ നിന്നും ബീജം ഉണ്ടാവുകയും ചെയ്ത് അത് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെട്ട് അണ്ടവുമായി ഫലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന കുഴലിൽ സംയോജിച്ച് ഭ്രൂണമായി ഗർഭപാത്രത്തിൽ തിരികെ എത്തി അത് ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളർന്ന് കുട്ടിയായി വളർന്ന് പ്രസവിക്കുന്നത് വരെയുള്ള ആ സ്റ്റേജിൽ അത് എവിടെ തകരാറ് വന്നാലും അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. ഇത്രയും പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വരിക, തകരാറ് വന്നാൽ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. ഇപ്പോൾ 2 വിഭാഗം, ഇപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പുരുഷന്മാരിലാണെങ്കിൽ പ്രായം കൂടുന്തോറും അവർക്ക്, മുമ്പാണെങ്കിൽ സ്ത്രീകളിലാണ് പ്രായം കൂടിക്കഴിഞ്ഞാൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ കാരണം പറയുകയാണെങ്കിൽ പ്രായം ഒരു കാരണമാണ്. പ്രായം കൂടുന്തോറും സ്പേമിൻ്റെ ക്വാളിറ്റി കുറയും, മോട്ടിലിറ്റി കുറയും. പിന്നെ പുരുഷന്മാരിൽ പുകവലി, മദ്യപാനം, പാൻ മസാല, ഇപ്പം വേറെ ചില ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ പാൻ മസാല ഉപയോഗിക്കുന്നവരുണ്ട്. ഇതെല്ലാം ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. നമ്മളൊരു ചികിത്സ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ ഈ സ്വഭാവമുള്ളവരാണെങ്കിൽ അത് നിർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരുമായിട്ട് മുന്നോട്ടൊരു ചികിത്സയ്ക്ക് പോവുകയുള്ളൂ. അപ്പോൾ പുരുഷന്മാരിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറയുന്നത്, ചൂടുള്ള കാലാവസ്ഥയിൽ ജോലി ചെയ്യുക, അതായത് പുരുഷനിലെ ബീജത്തിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ അതിൻ്റെ എന്താ പറയുക ചലനശേഷിയിലോ എന്തെങ്കിലും തകരാറുകൾ വരുന്ന ഏത് കാര്യവും അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രശ്നമാവാം. അപ്പം മാറ്റാവുന്ന കാരണങ്ങൾ മാറ്റി മാത്രമേ നമ്മൾ അവരെ ഒരു ചികിത്സയിലേക്ക് കൊണ്ടുവരികയുള്ളൂ. സ്ത്രീകളിലാണെങ്കിൽ അണ്ടാശയത്തിൽ നിന്നും അണ്ടമുണ്ടാവാൻ, നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള അണ്ടമുണ്ടാവാൻ തടസ്സമാവുന്ന എന്തും ഇതിന് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവാം. അത് മാത്രമല്ല, വേണമെങ്കിൽ ഒരു 3 സെക്ഷനായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അണ്ടാശയം, പിന്നെ ഗർഭപാത്രം,
പിന്നെ അണ്ടവാഹിനിക്കുടൽ. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടാശയത്തിൽ നിന്നും നല്ല അണ്ടമുണ്ടായി മാസമുറയിൽ കൃത്യമായ മാസമുറയുള്ള സ്ത്രീകളിലാണെങ്കിൽ അത് ഒരണ്ടം ഒരു മാസം ഉണ്ടാവും, അടുത്ത മാസം അടുത്ത അണ്ടാശയത്തിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാവണം ആദ്യം. അത് പ്രായം ഒരു പ്രധാന ഘടകമാണ്. സ്ത്രീകളിൽ പ്രായം കൂടുന്തോറും ക്വാളിറ്റി കുറയും, അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയും. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഈ ഫോളിക്കിൾസിൻ്റെ എണ്ണം കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുക, അതൊരിക്കലും കൂടുന്നില്ല. അവരുടെ ആ റീപ്രൊഡക്റ്റീവ് ഏജിൽ മുഴുവൻ ഉപയോഗിക്കേണ്ടത് നേരത്തെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുക. അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികം പ്രായമാവുന്നതിന് മുമ്പേ ഇതിൻ്റെ സ്റ്റോർ തീരും. അപ്പോൾ ഇതെല്ലാം പ്രായം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നല്ല അണ്ടം ഉണ്ടാവണം. പിന്നെ അണ്ടവാഹിനിക്കുഴൽ ഹെൽത്തി ആയിരിക്കണം, അതിൽ ബ്ലോക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ അണ്ടത്തിനെ സ്വീകരിച്ച് അണ്ടവാഹിനിക്കുഴലിനകത്തോട്ട് എത്തിക്കുന്ന സമയത്താണ് ബീജം, ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ബീജം അവിടെ ചെന്നിട്ട് അണ്ടവുമായി യോജിച്ച് ഒരു ഭ്രൂണം ഉണ്ടാവേണ്ടത്. ഈ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ഭ്രൂണം സഞ്ചരിച്ച് താഴെ വളരില്ല. അപ്പോൾ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റിയെയും പ്രായം ഒരു ഘടകമാണ്. ഈ ആണുങ്ങളിലുള്ള ഈ പറയുന്ന ദുശീല സ്പേമിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ നല്ല ഭ്രൂണം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് വിവിധ ഘടകങ്ങൾ ഇതിന് ബാധകമാണ്. പിന്നെ ഗർഭപാത്രത്തിൽ ഇത് പറ്റിപ്പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ അന്തർഭിത്തിയായ എൻഡോമെട്രിയത്തിന് വേണ്ടത്ര ഹെൽത്ത് ഉണ്ടായിരിക്കണം, അതിന് വേണ്ടത്ര കട്ടി ഉണ്ടായിരിക്കണം, വേണ്ടത്ര ബ്ലഡ് സപ്ലൈ ഉണ്ടായിരിക്കണം. റിജക്റ്റ് ചെയ്യുന്ന മറ്റ് വേറെ ഹോർമോണൽ ഘടകങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടാവാനും പാടില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഏത് പാകപ്പിഴയും, കാരണം ഇതെല്ലാം ഹോർമോൺ നിയന്ത്രിതമായിട്ട് ഒരു സോഫ്റ്റ്വെയർ വെച്ചിരിക്കുന്നത് പോലെ കൃത്യമായി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹോർമോൺ തലച്ചോറ് മുതൽ താഴെ അണ്ടാശയം വരെയുള്ള അല്ലെങ്കിൽ പിന്നെ ഗർഭപാത്രത്തിലെ നിയന്ത്രണങ്ങൾ വരെയുള്ള എല്ലാ ഹോർമോൺസും കൃത്യമായി പരിപാലിക്കപ്പെടുമ്പോൾ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീകൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ബാഡ് ഇഫക്റ്റായിട്ട് കാണുന്ന ഈ PCOS എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് കാണുന്നത്. കൃത്യമായി അണ്ടോൽപാദനം നടക്കുന്നുണ്ടാവില്ല. അത് നമുക്ക് അല്ലാതെ തന്നെ ഒരു സൂചന അവരുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. കൃത്യമായി മാസമുറ ഉണ്ടാവാത്തവരിൽ നമുക്കത് സംശയിക്കാം. അവരെ കണ്ടാൽ തന്നെ ഒരു പരീക്ഷ നമുക്ക് എല്ലാവരെയും അങ്ങനെ കണ്ടാൽ തോന്നണമെന്നില്ല. പിന്നെ അല്ലാത്തവരിൽ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. പിന്നെ ഭാരം, ഞാൻ ഈ പ്രായം പറഞ്ഞതുപോലെ തന്നെയാണ് അമിതഭാരം. അത് സ്ത്രീകളിൽ അമിതഭാരം ഒരു വലിയ വിഷയമാണ്. എന്ത് ചികിത്സ ചെയ്താലും കൃത്യമായ ഹെൽത്തി ആയിട്ടുള്ള ഭ്രൂണം ഉണ്ടാവുകയും അത് ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നതിന് ഈ അമിതവണ്ണം അബോർഷനുള്ള ഒരു പ്രധാന കാരണമായിട്ട് കാണാറുണ്ട്. ഈ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് മുമ്പൊന്നും കേൾക്കാത്ത വിധത്തിൽ ഇത്രയ്ക്കും കൂടുതലായി ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ കാരണം എന്താ? അത് രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാം. മുമ്പാണെങ്കിൽ അന്നൊന്നും ഇത്രയധികം ഈ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ കണ്ടെത്താനും ചികിത്സ തേടാനുമുള്ള വ്യഗ്രത അന്ന് അണുകുടുംബങ്ങളല്ല. ഇപ്പോൾ ഒരു 4 or 5 സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നിടത്ത് ആർക്കെങ്കിലും ഒരാൾക്കൊരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ അത് ചിലപ്പോൾ വലിയ ചികിത്സയ്ക്കൊന്നും പോകത്തില്ല. കാരണം അവിടെ കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അണുകുടുംബമായപ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നിടത്ത് അവർക്ക് കുട്ടി ഉണ്ടായില്ലെങ്കിൽ അവർ അത് അന്വേഷിച്ച് പോകും. അതൊരു റീസൺ. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മുടെ ആഹാര രീതികൾ മാറി, നമ്മുടെ ജോലി കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ആൾക്കാർ മാറുന്നു, വിവാഹം കഴിക്കുന്നത് പ്രായം ലേറ്റാവുന്നു. എല്ലാവരും സാധാരണ പറയും നേരത്തെ കയറി വിവാഹം കഴിക്കരുത്, ഒരു ജോലിയൊക്കെ ആയിട്ട് വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ എന്നെ പോലെയുള്ള വന്ധ്യതാ ചികിത്സയിൽ നിൽക്കുന്നവർ ആരും ഒരിക്കലും അത് പറയത്തില്ല. കാരണം നേരത്തെ വിവാഹം കഴിക്കണം, ആദ്യത്തെ പ്രസവം 25 വയസ്സിന് മുമ്പ് നിർബന്ധമായി നടന്നിരിക്കണം. പ്രസവം മുഴുവൻ 30 വയസ്സിന് മുമ്പ് തീർത്താൽ അത്രയും നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാവും, അമ്മയുടെ ആരോഗ്യവും മെച്ചമായിരിക്കും. കരിയർ ഇതിൻ്റെ കൂട്ടത്തിൽ വന്നോളും. അല്ലാതെ ഒരു ഡിഗ്രി കഴിഞ്ഞു, പിന്നെ PG കഴിഞ്ഞു, PhD എടുത്ത് ജോലി കിട്ടിയിട്ടെന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ പ്രായം അങ്ങ് കടന്നു പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം നടത്തേണ്ട ഒരു ഏജ് കടന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഏറ്റവും നല്ലത് നേരത്തെ വിവാഹം കഴിക്കുന്നതാണ് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത്. വിവാഹം കഴിച്ചാൽ ആദ്യത്തെ കുട്ടി അങ്ങ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് വേണമെങ്കിൽ എന്ത് ആയിക്കോ, കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കിക്കോ. അതാണ് നമ്മളുടെയൊക്കെ ഇക്കാര്യത്തിൽ കൊടുക്കാനുള്ള ഒരു ഉപദേശം. ഡോക്ടർ, നമ്മളിപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ ഓവർവ്യൂ എന്തൊക്കെയാവാം കാരണങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഇപ്പം കൂടി വരുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാതിരിക്കാൻ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മോഡൽ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കരുതലുകൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ 2 കാര്യങ്ങൾ കാണാറുണ്ട് നമ്മൾ. സ്ത്രീകൾ കൂടുതലും ഈ വന്ധ്യതയ്ക്ക് കാരണമാകുന്നതിൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ PCOS. മറ്റൊന്ന് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അണ്ടാൽപോദനമൊക്കെ ഭംഗിയായിട്ട് നടക്കുമെങ്കിലും
അഡിഷൻസോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഈ ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായി ഹെൽത്തി അല്ലാതെ വരികയും ഒക്കെ ചെയ്യുന്നൊരു അവസ്ഥ കാണാറുണ്ട്. അപ്പം ഞാൻ സാധാരണ ഉപദേശിക്കാറുള്ളത് ടീനേജ് തുടങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, ധാരാളം പച്ചക്കറിയും ഫ്രൂട്ട്സും കഴിക്കണം, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം, അമിതവണ്ണം ഉണ്ടാകുന്ന രീതിയിലുള്ള ആഹാര രീതി അന്നേ ഒഴിവാക്കി പോരണം. അന്നേ ഒഴിവാക്കി പോന്നു കഴിഞ്ഞാൽ അവരൊരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ലൈഫിലേക്ക്, വിവാഹം കഴിഞ്ഞ് അവരൊരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് എത്തും. അതല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ചികിത്സകൾ ചെയ്യേണ്ടി വന്ന് കാണാറുണ്ട്. അമിതമായി വണ്ണം കൂടുന്ന രീതിയിലുള്ള ആഹാരം കഴിക്കുക, പുരുഷന്മാരിലാണെങ്കിൽ ആൺകുട്ടികളിലാണെങ്കിൽ നേരത്തെ തന്നെ ദുശ്ശീലങ്ങളൊന്നും തുടങ്ങാതിരിക്കുക, സിഗരറ്റ് വലിയായാലും മദ്യപാനമായാലും പാൻ മസാല ആയാലും മയക്കുമരുന്നായാലും ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. പിന്നെ വളരെ ആണുങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ചൂട് അമിതമായിട്ട്. അപ്പം ഈ വൃഷണസഞ്ചി തന്നെ ഇത് പുറത്തു വച്ചിരിക്കുന്നത് ശരീര ഊഷ്മാവിൽ താഴെ ഉള്ള ഊഷ്മാവിൽ മാത്രമേ അത് വൃത്തിയായിട്ട് അതിൻ്റെ എന്താ പറയുക ബീജോത്പാദനവും ഒക്കെ നടക്കുകയുള്ളൂ. അപ്പം അത് അത്തരം ചൂടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചൂടായിട്ടുള്ള രീതിയിലുള്ള ജോലി സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വളരെ ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ടൈറ്റായിട്ടുള്ള അണ്ടർവെയർസ് ഒഴിവാക്കുക, ഈ പറഞ്ഞ പോലുള്ള ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കുക ആണുങ്ങളിലാണ്. പെൺകുട്ടികളിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആഹാര രീതി ആണായാലും പെണ്ണായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫുഡ് അതിലേക്ക് തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ആഹാര രീതി കാരണം തന്നെ ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു ജോലി IT പോലുള്ള മേഖലകളിലും മാർക്കറ്റിംഗ് സ്ട്രെസ് ഒരു പ്രധാന കാരണം. സ്ട്രെസ് എന്ന് പറയുന്ന തലച്ചോറ് മുതൽ താഴോട്ട് പിന്നെ എല്ലാ ഹോർമോണിൻ്റെയും പ്രവർത്തനത്തിനെ ബാധിക്കും. സ്ട്രെസ്സാണ് ഹൈപ്പോതലാമസ് മുതൽ താഴോട്ട് എല്ലാ ഹോർമോൺസിനെയും ബാധിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഈ വന്ധ്യതയുള്ള കപ്പിളിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടുംബം മാത്രമല്ല അവരുടെ സമൂഹം കൂടെ കൊടുക്കുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്, മാനസിക സമ്മർദ്ദം. ഇതുമൂലം ഉള്ള പ്രശ്നം അധികരിക്കുന്നതല്ലാതെ അവർക്കതൊരു ഗുണമായിട്ട് വരത്തില്ല. അതാണ് ഈ കുഴപ്പം. ഒരു കപ്പിളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് ആദ്യം മനസ്സിലാവും എത്രത്തോളം സ്ട്രെസ്സിലാണ് അവർ. വീട്ടിലും നാട്ടിലും കൊളീഗ്സും എന്താ പറയുക ജോലി സ്ഥലത്തും എല്ലാം സ്ട്രെസ്സാണ്. പിന്നെ അവരോട് ആരും എന്താ കുഴപ്പമെന്നല്ല ചോദിക്കുക, ആർക്കാ കുഴപ്പമെന്ന് ഈ രണ്ടുപേരോടും. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സ്ട്രെസ് വേറെയാണ്, അത് മറച്ചു വയ്ക്കുമ്പോൾ സ്ട്രെസ് വേറെ. ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻസിന്റെ സ്ഥാനം എന്താണ് ഈ പറയുന്നത്? സാധാരണഗതിയിൽ ഒരു വന്ധ്യതയുള്ള ഒരു ദമ്പതികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ടുപേരെയും നമ്മൾ ആദ്യം ഒരു ഹിസ്റ്ററി എടുക്കും. കൃത്യമായ അരമണിക്കൂർ കൂടുതലെങ്കിലും കൗൺസിൽ ചെയ്യേണ്ടി വരും. കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില കപ്പിൾ വരുന്നത് ആദ്യമായ ഒരു ചികിത്സയ്ക്കായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അവരുടെ അടുത്ത് നമുക്ക് അധികം കൗൺസിലിംഗ് വേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 4-5 ഡോക്ടർമാരെ ചിലപ്പം വന്ധ്യതാ ചികിത്സയിലെ അങ്ങേയറ്റത്തെ ചികിത്സകളായ ICSI IVF പോലെയുള്ള ചികിത്സകളൊക്കെ ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ, അവസാനം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുക. വളരെ ഡെസ്പറേറ്റ് ആയിട്ട് അവർ. അപ്പോൾ അവരിൽ നമ്മൾ ഒരുപാട് സമയം സംസാരിച്ച് അവരെ കൗൺസിൽ ചെയ്യിച്ച് അവരുടെ മാനസികാവസ്ഥയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്ക് പോവുകയുള്ളൂ. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ ആദ്യകാലത്തെ ഔഷധ ചികിത്സ ഒരുപാട് കഴിഞ്ഞിട്ടാണ്, അത് ശരിയാവുന്നില്ലെങ്കിലാണ് പലപ്പോഴും ICSI IVFിലേക്കൊക്കെ പോവുക. ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ പേഷ്യൻസ് തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരും. ഞങ്ങൾക്ക് ഇത്ര നാളായിരുന്നു ഞാൻ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗൾഫിൽ പോവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ അബ്രപ്റ്റായിട്ട് ചിലപ്പോൾ നേരത്തെ തന്നെ ഇത്തരം ചികിത്സകളിലേക്ക് പോകും. പക്ഷേ രോഗി അതിൽ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ രോഗി എന്താ ധരിക്കുക, അല്ലെങ്കിൽ ഈ കപ്പിൾ എന്താ ധരിക്കുക, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം മാക്സിമം ചെയ്യേണ്ടത് ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളായില്ല, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ധരിക്കും. അത് വലിയ അപകടമാണ്. കാരണം ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഈ സ്റ്റേജുകളിലേക്ക് പോവാതെ തന്നെ അവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി വരുന്നത്. കാരണം ഇതെല്ലാം ജീൻ ഡിപ്പെൻഡ്. നമ്മൾ ഈ കംപ്ലയിൻസ് എല്ലാം നമ്മൾ ബാക്കിലേക്ക് പോയ ഇതെല്ലാം ഡിപ്പെൻഡ് ഓൺ ജീൻസ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ ഇന്ന് ഹോമിയോപ്പതിക്ക് വലിയ മാർഗ്ഗങ്ങളുണ്ട്. ഈ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇപ്പം ഈ പ്രവർത്തിക്കുന്ന ഈ ഇൻഫെർട്ടിലിറ്റി ചികിത്സ എന്ന് പറയുന്ന ക്ലിനിക്കുകൾ, അതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും? ഇപ്പം ഞാൻ ഗവൺമെൻറ് ഡോക്ടറായിട്ട് 10-18 വർഷമായി. നമ്മൾ ഈ ഒരു 3-4 വർഷം മുമ്പാണ് കണ്ണൂർ ആദ്യമായിട്ടൊരു എന്താ പറയുക ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ ഇത് സ്റ്റാർട്ട് ചെയ്തു, അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 3 കൊല്ലം മുമ്പ് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ എല്ലാ ജില്ലയിലും, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ക്ലിനിക്കിൻ്റെ ചാർജാണ് എനിക്കുള്ളത്. മലപ്പുറത്ത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാനിതിൽ നേരത്തെ തന്നെ ഈ ചികിത്സാ രംഗത്തുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എല്ലാ ജില്ലയിലും നമ്മളത് സൗജന്യമായിട്ടാണ് ഈ ചികിത്സ കൊടുക്കുന്നത്. നമ്മളത് അതുകൊണ്ട് അവർക്ക് ഇൻവെസ്റ്റിഗേഷൻസിന് വരുന്ന ചില ചിലവുകൾ ആശുപത്രിയിൽ ഇല്ലാത്തത് വരികയാണെങ്കിൽ മാത്രമേ ചിലവ് വരുള്ളൂ. ബാക്കിയെല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് വളരെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി ഇപ്പോൾ നേരത്തെ തുടങ്ങിയ ക്ലിനിക്കുകളിലൊക്കെ വളരെ നല്ല റിസൾട്ടാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ റിസൾട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നല്ല ശതമാനം
രോഗികൾക്ക് അത് പ്രയോജനമുള്ള രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഈ ഇൻഫെർട്ടിലിറ്റി ചികിത്സ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചു ഇൻഫെർട്ടിലിറ്റി ഒരുപാട് ആൾക്കാർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഇൻഫെർട്ടിലിറ്റി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ IVF, ICSI എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു പൊതുജനത്തിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രശാഖ, നിങ്ങൾക്ക് IVF, ICSI അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ പ്യുവർലി ഈ നേരത്തെ പറഞ്ഞ പോലെ തെറാപ്യൂട്ടിക് ചികിത്സയാണ് നിങ്ങളുടെ. അപ്പോൾ ഹോമിയോപ്പതിക്ക് ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ സാധാരണ ഇതിൽ നമ്മളൊരു കപ്പിളിനെ അപ്രോച്ച് ചെയ്യുമ്പം ചില കേസുകളാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കേസ് റെക്കോർഡ്സൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പം കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കേസ് വിശദമായിട്ട് പഠിക്കും, കൃത്യമായി ഹിസ്റ്ററി എടുക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിപ്പോൾ ഏത് ചികിത്സയിലായാലും പ്രധാനപ്പെട്ട കാര്യം, എന്താണ് കാരണം, ആ കപ്പിളിലുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുക. എനിക്ക് വളരെ രസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവർ, അവർ പല ചികിത്സയും ചെയ്തു, ICSI വരെ ചെയ്തിട്ട് വന്നത്. അവരെ കൃത്യമായി കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫീമെയിൽ പാർട്ട്ണറിൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവരെ വീണ്ടും ഞാൻ അവരോട് അവരുടെ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് അറിയുന്നത്, അവർ ഈ ചികിത്സയ്ക്കെല്ലാം പോയെങ്കിലും അവർ ഈ 5 കൊല്ലം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫേ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇതാണിത്. അപ്പോൾ നമ്മൾ പലപ്പോഴും മിസ് ചെയ്തു പോകുന്നു, യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് മിസ് ചെയ്തു പോകുന്നു. പിന്നെ നമ്മളതിൻ്റെ കാരണങ്ങളിലേക്ക് പോയി അവരെ കൗൺസിൽ ചെയ്യിച്ച്, ശരിക്കും അവർക്ക് മരുന്നൊന്നും വേണ്ടിയിരുന്നില്ല, അവരെ കൗൺസിൽ ചെയ്തിച്ച് ശരിയായി അവർ പ്രഗ്നൻ്റ് ആവുകയും അവർക്ക് ഇപ്പോൾ 2 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ശരി. അപ്പം നമ്മൾ എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തി നമ്മൾ ഈ എന്താ പറയുക, ഈ വന്ധ്യതാ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി ആദ്യം കാണുന്ന പ്രശ്നങ്ങൾ ഒരു പ്രോബ്ലം ബേസ്ഡ് അപ്രോച്ചായിട്ട് അത് പരിഹരിച്ച് പോവുകയാണ് ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ട്. അപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മൾ കൃത്യമായി കേസെടുത്ത് ആ രീതിയിലുള്ള ഔഷധ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ വലിയ എന്താ പറയുക ICSI, IVF പോലുള്ള ചികിത്സകളിലേക്ക് ഒരുപക്ഷേ പോകാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് അവർ ഈ സാധാരണ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിക്ക് ICSI എന്ന് പറയാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബീജം തീരെ കുറവാകുമ്പോൾ അത് കുത്തിയെടുത്തിട്ട് കൃത്യമായി അണ്ടത്തിൽ അത് സൂചി ഉപയോഗിച്ച് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫെർട്ടിലൈസേഷൻ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ബീജത്തിൻ്റെ എണ്ണം ഔഷധം കൊണ്ട് മാറുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലാണ് ഹോമിയോപ്പതിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളത്. കൃത്യമായി നമുക്കതിൽ ഔഷധ പ്രയോഗങ്ങളുണ്ട്. അപ്പം വലിയ ചികിത്സകളിലേക്ക് പോകാതെ ഈ ദമ്പതികൾക്ക് ഈ ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അത് പിന്നെ പലപ്പോഴും ഈ ചികിത്സ ഞാൻ പറഞ്ഞല്ലോ, ഈ ചികിത്സ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അത് ഫെയിലുവർ ആയാലുണ്ടാകുന്ന, അപ്പം എല്ലാ മറ്റു മാർഗങ്ങൾ തേടിയതിന് മാത്രമേ ശേഷമേ ഇതിന് പോകാവൂ എന്നാണ് നമുക്കത് പറയാനുള്ളൊരു കാര്യം. അതായത് കൂടുതൽ സങ്കീർണമായ ചികിത്സകളിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു മുമ്പൊക്കെ ഉണ്ട് മാനേജ്മെന്റ്. ഇപ്പം ഈ കാലം മാറിയപ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഒക്കെ ഒരുപാട് വന്നു. ആരുടെയും കുറ്റമല്ല, സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചികിത്സയിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് ദാഹിച്ച് നടക്കുന്നവർ എന്ത് ചികിത്സയ്ക്കും തയ്യാറാവും. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ചികിത്സകന് നിർബന്ധമായും ബാധ്യതയുണ്ട്. അതെ. ഈ മെയിൽ ഫാക്ടേഴ്സിൽ വരുന്ന കുറച്ചധികം സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട ചില കാരണങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം കേസ് എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് മെഡിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളതിന് വിടും, കൃത്യമായിട്ട് വിടും. ഇപ്പോൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ലാപ്രോസ്കോപ്പി പരിശോധനകൾ വേണ്ടതാണെങ്കിൽ നമ്മൾ വിടും. ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ, ട്യൂബൽ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് വിടും. അതിനിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ അൾട്രാസൗണ്ട് മുതൽ തുടങ്ങി, ഹോർമോൺ അനാലിസിസ് ചെയ്ത് അൾട്രാസൗണ്ട് തുടങ്ങി, HSG വേണമെങ്കിൽ അത് ചെയ്യും, ഹിസ്ട്രോസാൽപുഞ്ചോഗ്രാം എന്ന് പറയുന്ന ട്യൂബ് ടെസ്റ്റുകൾ എല്ലാത്തിനും നമ്മൾ നിർദ്ദേശിച്ചു വിടും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ സാധാരണ ഇതിലൊരു ചികിത്സ നിശ്ചയിക്കുകയുള്ളൂ അത്തരം കേസുകളിൽ. ഈ ചില ആൾക്കാർ മറ്റ് പല പ്രശ്നങ്ങൾക്കും മറ്റ് അലോപ്പതി മരുന്നുകളോ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. ഇപ്പോൾ BPക്കോ കൊളസ്ട്രോളിനോ ഷുഗറിനോ, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും 25 വയസ്സിലേ ഉണ്ടല്ലോ, ആർക്കും പ്രായമൊന്നൊരു പ്രശ്നമല്ല ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മരുന്നുകളും ഹോമിയോപ്പതി ചികിത്സയും തമ്മിൽ ഒത്തുപോകുമോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതിൽ നമ്മൾ സാധാരണ ഇതിലിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരോട് അത് നിർത്താൻ നമ്മൾ പറയാറില്ല. ഇപ്പോൾ പ്രഷറോ കൊളസ്ട്രോളോ ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നവരോട് ഹോമിയോപ്പതിക് മെഡിസിൻസ് റീപ്ലേസ് ചെയ്യാവുന്ന കേസിലാണെങ്കിൽ നമ്മളത് ചെയ്യും. അല്ലാത്ത കേസിൽ ആ മരുന്ന് തുറന്നുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സ കൊടുക്കാറുണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക്. അതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള നിങ്ങളുടെ ഈ അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ക്ലിനിക്കുകളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എവിടെ ഉണ്ടെന്നുള്ളത്? എല്ലാ ജില്ലയിലും മെയിൻ ആയിട്ടുള്ള ജില്ലാ ഹോമിയോപ്പതി ആശുപത്രികളിൽ ഈ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെബ്സൈറ്റിൽ അതിൻ്റെ ഫോൺ നമ്പേഴ്സൊക്കെ ലഭ്യമാണ്. എല്ലാവർക്കും അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ്. അവിടെ ബുക്ക് ചെയ്തിട്ട് വന്ന് കാണാവുന്നതാണ്. എല്ലാ ജില്ലയിലും ഉണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ സമയം അവസാനിക്കാറായി വരുന്നു. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതായത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും
ഉണ്ടായതിന് ശേഷം ചികിത്സയ്ക്ക് കതിരിമേ വളം വയ്ക്കുന്ന പോലെ ചികിത്സയ്ക്ക് പോകുന്നതിനേക്കാളും നല്ലൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ഇതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്രായം മുതലേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും ഓവർ വെയിറ്റ് ആവാതെ നോക്കുക, പ്രത്യേകിച്ച് അമിതവണ്ണം ഉണ്ടാവാതെ നോക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഭാരം കൂടാതെ നോക്കുക. ചികിത്സയ്ക്ക് എത്തുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നിർദ്ദേശിക്കും ഭാരം കുറയ്ക്കണമെന്ന്. ഭാരം കുറച്ച് കഴിയുമ്പോൾ പലപ്പോഴും ആൾക്കാരിൽ ചികിത്സയൊന്നും വേണ്ടാതെ അവർ പിന്നെ നമ്മൾ വിളിച്ച് പറയണത് പ്രഗ്നൻ്റ് ആയിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ PCOS പോലുള്ള കാര്യങ്ങളിൽ ഭാരം കുറയ്ക്കുന്നതിൽ. പിന്നെ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുക. അമിതമായിട്ടുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പിന്നെ ഇൻഫെക്ഷൻസ് അധികം ഉണ്ടാവാതെ, സ്ത്രീകളിലാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് അധികം ഉണ്ടാവാതെ നോക്കുക. ഇപ്പോഴത്തെ സ്കൂളുകളിലെല്ലാം ഞാൻ പറയാറുണ്ട്, നമ്മൾ പോകുന്നിടത്തെല്ലാം ടോയ്ലറ്റ് നിർബന്ധമാക്കണമെന്ന്. പെൺകുട്ടികളുടെ കാരണം വൈകുന്നേരം വരെ മൂത്രമൊഴിക്കാതിരുന്നിട്ട് ഇതുങ്ങളെല്ലാം ഇൻഫെക്ഷനിലേക്ക് പോകും. ഇത് ഭാവിയിൽ കൂടുതൽ ജെനിറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ജോയ്, അദ്ദേഹം പൊന്നാനി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറും അതോടൊപ്പം തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഹോമിയോപ്പതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന പ്രൊജക്ട് ഓഫീസറും കൂടെയാണ്. അവർ ചികിത്സിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഹോമിയോപ്പതി ചികിത്സയിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഡോക്ടറോട് സംസാരിച്ചത്. ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വന്ധ്യത ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ എന്ന് വരെ ഇവിടെ സംശയം തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ധ്യത ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ജീവിക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ വിവാഹത്തിൻ്റെ പ്രായം, കുട്ടികളുണ്ടാകുന്നതിൻ്റെ പ്രായം, ഇതൊക്കെ കുറെ കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ കരിയർ മാത്രം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ ICSI IVF പോലുള്ള അതിസങ്കീർണമായ ചികിത്സകളിലേക്ക് പോകുന്നതിന് മുമ്പ് താരതമ്യേന ചെലവ് കുറഞ്ഞ ഫലപ്രദമായ ഹോമിയോപ്പതി പോലുള്ള ചികിത്സകൾ സ്വീകരിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മറ്റ് ചികിത്സകൾ തേടി പോകാവുന്നതാണ്. ഒരിക്കലും ആരും അതിനെതിരല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.